ഓം സായിറാം. ഇതാണ് കോയമ്പത്തൂരിലുള്ള സായിബാബ കോളനി നാഗസായി ക്ഷേത്രം എന്ന് പറയുന്നത്. ഞങ്ങൾ പോകുമ്പോൾ അഭിഷേകം അവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പാലഭിഷേകമാണ് ചെയ്തത്. അവരിപ്പോൾ പാലഭിഷേകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ദൂരെ നിന്നായിരുന്നു ഞാൻ വീഡിയോ ഒക്കെ എടുത്തത്. അതുകൊണ്ടാണ് ക്ലിയറായിട്ട് കാണിക്കാനായിട്ട് പറ്റാതായത്. നോക്കൂ, നിറയെ പാലൊക്കെ ഒഴിച്ച് അഭിഷേകം ചെയ്യുകയാണ് അവർ. ദൂരെ നിന്നായിരുന്നു എടുക്കുന്നത്. ഇതാണ് നാഗസായി. ഇന്ന് അത്രയ്ക്കൊന്നും അലങ്കാരവും ഇല്ല. ബുധനാഴ്ചയായിരുന്നു ഞങ്ങൾ പോയത്. അതുകൊണ്ട് അത്ര തിരക്കുണ്ടായിരുന്നില്ല. ഭജനയും അലങ്കാരമൊന്നും വലുതായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. വ്യാഴാഴ്ച ദിവസങ്ങളിലാണ് അവിടെ പ്രത്യേക പൂജകളും ഭജനകളും എല്ലാം ഉണ്ടായിരിക്കുന്നതാണ്. അഭിഷേകം എല്ലാ ദിവസങ്ങളിലും ഉണ്ട്, ആരതിയുണ്ട്. ഞങ്ങൾ അങ്ങനെ ഒരു 12 മണിയാകുമ്പോഴാണ് ഈ അഭിഷേകം അവർ ചെയ്തുകൊണ്ടിരുന്നത്. അഭിഷേകമൊക്കെ കണ്ടു. അലങ്കാര പൂജയെല്ലാം കഴിഞ്ഞ ശേഷം ഞങ്ങൾ പിന്നെ അന്നദാനമൊക്കെ കഴിച്ചായിരുന്നു മടങ്ങിയത്. അവിടെ അഭിഷേകം ചെയ്യുമ്പോൾ നാദസ്വരം ഭക്തിഗാനത്തോടെയാണ് അവിടെ അഭിഷേകം ചെയ്യുന്നത്. ഇത് ലാസ്റ്റ് കുംഭാഭിഷേകമാണ്. ഞാൻ ഒരുപാടൊന്നും വീഡിയോ എടുത്തില്ല. ഒരുപാട് അഭിഷേകം ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ അഭിഷേകം ചെയ്യുന്നതൊന്നും അത്രയ്ക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. അവിടെ മുന്നിൽ പോയൊന്നും വീഡിയോ എടുക്കാൻ അലോഡില്ല. ഇതാണ് എൻട്രൻസ്. സായിബാബയുടെ എൻട്രൻസാണ്. നോക്കൂ, നിറയെ പേരും ഉണ്ടായിരുന്നു. ഒരുപാട് തിരക്കില്ലെങ്കിലും അത്യാവശ്യമൊക്കെ കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ദൂരെ നിന്ന് അങ്ങനെ ഭഗവാനെ അഭിഷേകം എല്ലാം കണ്ട് തൊഴുത് എല്ലാം മടങ്ങുകയാണ്. നോക്കൂ, അഭിഷേകം കഴിഞ്ഞ് ആരതിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും തൊഴാൻ പോകുകയാണ്. കുറച്ച് പേരൊക്കെ തൊഴുതു മടങ്ങി. പിന്നെ കുറച്ച് പേരൊക്കെ ഭഗവാനെ തൊഴാനായിട്ട് പോകുകയാണ്. പിന്നെ അവിടെ കുറേ മീനുകളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള കളർ മീനുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ കുറച്ച് ഷൂട്ട് ചെയ്തു. കുറേ നേരം അവിടെ ഇരുന്ന് കാണുകയും സന്തോഷപ്പെടുകയും ചെയ്തുകൊണ്ട് ഞങ്ങൾ അന്നദാനമെല്ലാം കഴിച്ച് പിന്നെയാണ് മടങ്ങിയത്. നോക്കൂ, നല്ല ചൂടുണ്ടായിരുന്നു അവിടെ. ഒരുപാട് നേരമൊന്നും നിൽക്കാൻ പറ്റിയില്ല. അങ്ങനെ കുറേ നേരം അവിടെ മീനിൻ്റെ കൂടെ കണ്ട് രസിച്ചിരിക്കുകയായിരുന്നു. നോക്കൂ, ഓം സായിറാം. കുറേ നേരം എല്ലാം അവിടെ ഇരുന്ന ശേഷം പിന്നെ ഞങ്ങൾ മടങ്ങുകയാണ്. ബാബയാണ്. അങ്ങനെ വെള്ളം ഒഴിക്കുന്ന പോലെയായിരുന്നു അവർ ചിത്രീകരിച്ചിരുന്നത്. പിന്നെ അവിടെ തൊട്ട് വെറുതെ ഒരു ഗാർഡനിൽ ഇങ്ങനെ ഒരു രസത്തിന് വേണ്ടി ഒരു സിംഹവും ഇതൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അതും പോയപ്പോൾ അങ്ങനെ ഷൂട്ട് ചെയ്ത് വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ അതും എടുത്തു. പിന്നെ അടുത്ത ക്ഷേത്രത്തിൽ നാഗസായി ഒരുപാട് നാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ദത്താത്രേയർ. ഇതാണ് നാഗസായി എന്ന് പറയുന്നത്. ഇതൊരു കഥയുണ്ട്. ഗരുഡാർ വാൾ, അവിടെ വെങ്കടാചലത്തിൻ്റെ ക്ഷേത്രമുണ്ട്. ആലുമരച്ചോട്ടിലെ ഗണപതിയാണ് നാഗസായി. നമഃ. ഓം സായിറാം. ഓം സായിറാം.